ഇസബെല്ല, മോളെ ഇസബെല്ല, എത്ര നേരമായി വിളിക്കുന്നു? നീ ഇവിടെ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഞാനിവിടെ ഉണ്ടമ്മേ. എന്ത് വാടി എഴുതിയ സ്വഭാവത്തിനൊക്കെ മാറ്റം. വിളിച്ചാലും വിളി കേൾക്കാത്ത വിധത്തിൽ നീ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? എന്താ നിന്റെ മനസ്സിൽ? 2 മാസം കൂടി കഴിഞ്ഞാൽ +2 എക്സാമിങ് എത്തി. നിനക്ക് എൻട്രൻസ് അഡ്മിഷൻ കിട്ടാൻ 2 കൊല്ലമായി എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുക. കൊണ്ടുവാടി നിന്റെ ഡയറി. അമ്മേ വേണ്ടമ്മേ. ഈശോപ്പച്ച, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. 2 മാസം കൂടി കഴിഞ്ഞാൽ എൻ്റെ +2 പരീക്ഷകളൊക്കെ തീരും. അമ്മ എന്നെ എൻട്രൻസ് ചേർക്കാൻ നോക്കുക. എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഞാൻ നിന്നോട് പണ്ട് പറഞ്ഞതുപോലെ എനിക്കൊരു മഠത്തിൽ ചേർന്ന് കന്യാസ്ത്രീ ആകണം. അപ്പം ഇതാണ് നിന്റെ മനസ്സിലിരിപ്പ്. ഇത് നടക്കുന്നത് ജന്മം വിചാരിക്കണ്ട. ഡാഡി ഇങ്ങ് വരട്ടെ. എന്തുവാടി കുട്ടിയെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? എൻ്റെ മോളിങ്ങ് വാ. മോള് വിഷമിക്കണ്ട. മോളെപ്പോലെ മഠത്തിൽ ചേരുവാൻ ഒത്തിരി കഷ്ടതകൾ അനുഭവിച്ച ഒരു വിശുദ്ധിയുണ്ട്, വിശുദ്ധ അൽഫോൻസാമ്മ. വിശുദ്ധ അൽഫോൻസാമ്മയെ കുറിച്ച് എൻ്റെ മോൾക്ക് ഞാൻ പറഞ്ഞു തരാം. മനസ്സിലാക്കുന്നത് എടി അന്നമ്മേ, എന്നാ ഒരു മുടിഞ്ഞ ഗ്ലാമറാടി നിനക്ക്. നിന്നെ കണ്ടിട്ട് കണ്ണെടുക്കാനേ തോന്നില്ല. വിളഞ്ഞ ഗോതമ്പിന്റെ നിറമാണല്ലോടി പെണ്ണെ നിനക്ക്. നീ എന്നെ ഇങ്ങനെയൊന്നും നോക്കരുത്. എൻ്റെ ആങ്ങളുടെ സ്ഥാനത്താ നിന്നെ ഞാൻ കാണുന്നത്. കോപ്പ്, ഏത് വകയിലാടി ഞാൻ നിന്റെ ആങ്ങളയാവുന്നത്? തല്ലാനും കൊല്ലാനും നടന്ന എന്നെ നീ എന്തിനാ പെണ്ണെ മനുഷ്യത്വം പഠിപ്പിച്ചത്? അത് നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടായിട്ടല്ലേ? ഇനി ഈ ജന്മമല്ല അടുത്ത ജന്മമായാലും നിന്നെ ഞാൻ മറക്കാൻ പോകുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടമായി എനിക്ക് നിന്നെ. ഓ ജോണിക്കുട്ടി, ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും പറയല്ലേ. ഈശോയെ ഓർത്ത് എൻ്റെ മുമ്പിൽ നിന്ന് പോ. ഇപ്പൊ ഞാൻ പോകാം. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നിന്നെ ഞാൻ വിടില്ല. ഈ ജോണിക്കുട്ടിയാ പറയുന്നേ, ഈ ജോണിക്കുട്ടി. എൻ്റെ ഈശോയെ, ഈ ജോണിക്കുട്ടിയെ നന്മയുടെ പാതയിലേക്ക് നീ കൊണ്ടുവരണേ. എടി അന്നക്കുട്ടി, ആ നീ അവിടെ എന്തെടുക്കുക? എന്തിനാ കുഞ്ഞാങ്ങളെ ഇങ്ങനെ വിളിക്കുന്നത്? ഞാനിവിടെ ബൈബിൾ വായിക്കുന്നത് കാണുന്നില്ലേ? എടി അന്നക്കുട്ടി, ഈ ബൈബിൾ വായനയും പ്രാർത്ഥനയും ഒരു കാര്യമില്ല. ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കണതാ. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും പറയല്ലേ. എടി അന്നക്കുട്ടി, നീ പറഞ്ഞ ചാവടി വലിയ ഗൂഢാലോചനയാ. എന്തുവാ കുഞ്ഞാങ്ങളെ കാര്യം? നിന്റെ കല്യാണം തന്നെ. ബാക്കിയുള്ളതിനോടെ കല്യാണമായി കുറിച്ച് ആർക്കും ഒരു വിചാരവുമില്ല. ഇന്നലെ എനിക്ക് 18 വയസ്സും ഒരു ദിവസവും തികഞ്ഞു. ഇനി എന്നാണാവോ ഒരു സുന്ദരിപ്പെണ്ണെ കൈയും പിടിച്ച് ഈ പടിയൊന്ന് കയറാൻ പറ്റുക? നീ എൻ്റെ പുന്നാരെ ആങ്ങളെയല്ലേ. പേരമ്മയോട് ഒന്ന് പറ, എനിക്ക് കല്യാണം വേണ്ട, മഠത്തിൽ പോയാൽ മതിയെന്ന്. ഹാ, ഈ നല്ല പുകില്. എൻ്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയുന്നില്ലേ. ഒരു കാര്യം തീരുമാനിച്ചാൽ അങ്ങനെ ഒരു മാറ്റവും ഉണ്ടാവില്ല. എൻ്റെ ഈശോയെ, ഞാൻ എന്താ ചെയ്യുക? നീയല്ലേ എൻ്റെ മണവാളൻ. നീയല്ലാതെ മറ്റാരും എനിക്ക് വേണ്ട കേട്ടോ. ആരാടി നിന്റെ മണവാളൻ? ഞങ്ങൾ അറിയാതെ ഏതവനെ നീ കണ്ടുവെച്ചിരിക്കുന്നത്? അമ്മയില്ലാത്ത കുഞ്ഞാന്ന് വിചാരിച്ച് കുഞ്ഞാടിച്ചതിന്റെ കേടാ. മോളെ ആനക്കുട്ടി, അല്ല അന്നക്കുട്ടി, വായിക്കൊള്ളാത്ത പേരൊക്കിടും. ബാക്കിയുള്ള വിളിക്കാനും പറ്റുന്നില്ല. പറഞ്ഞിട്ടെന്താ കാര്യം? നാക്ക് പിടിച്ചിട്ട് ആഴ്ച ഒന്നാകും. നിങ്ങളിവിടെ നാക്കും പിടിച്ചിരുന്നോ? പെണ്ണിന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ മനുഷ്യ. മോളെ അന്നക്കുട്ടി, മോളോട് ഞാൻ കാര്യം പറയാൻ പോവാ. മോളതനുസരിക്കണം. ഇങ്ങനെ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞ പെണ്ണനുസരിച്ചത് തന്നെ. എന്തോ പേരപ്പ കാര്യം? നാളെ കഴിഞ്ഞ് വാഴപ്പള്ളി വെച്ച് നിന്റെ കല്യാണം ഉറപ്പിക്കല. നല്ല അടിപൊളി പയ്യനാ. അടുത്ത ആഴ്ച കല്യാണം ഉറപ്പിക്കൽ. 2 ആഴ്ചകളിൽ മനസ്സമ്മതം. കഴിച്ചിലും പിടിച്ചിലൊന്നും വേണ്ട. പേരമ്മേ, എനിക്ക് കല്യാണം ഒന്നും വേണ്ട, മടത്തി പോയാൽ മതി. തർക്കുത്തരം പറയുന്നോടി. കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഇവിടെ മുതിർന്നവരൊക്കെ ഉണ്ട് കേട്ടോ, അഹങ്കാരി. അത്രയ്ക്കും കടുപ്പിച്ച് പറയണ്ടായിരുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒരു രാജകുമാരിയെ പോലെ വളർത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നിട്ടിപ്പോ അവൾക്ക് മടത്തി പോണം പോലും. അല്ല, അവൾക്കങ്ങനെ ആഗ്രഹമുള്ളപ്പോൾ മിണ്ടരുത് നിങ്ങൾ. കൂരിടി എന്റെ മാലയും വളയും. ഇറങ്ങി പൊയ്ക്കോണം ഇവിടുന്ന്. ഇനി മേലെ കണ്ടുപോകരുത്. എൻ്റെ ഈശോയെ, ഇനി ഞാൻ എന്താ ചെയ്യാ? ഈ പാവം പിടിച്ചതിനെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? ഒരു കഴിവില്ലാത്തവളായി പോയല്ലോ ഈ അന്നക്കുട്ടി. എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ്.
എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് ഒന്ന് രക്ഷിക്കില്ലേ? ഈ കല്യാണം ഒന്ന് മുടങ്ങാൻ ഞാൻ എന്താ ചെയ്യാ? എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എൻ്റെ പാദങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു. അമ്മേ, അമ്മേ. അമ്മ കന്യാമണി തന്റെ നിർമ്മലതൂ കങ്ങളിപ്പോൾ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും. അയ്യോ അമ്മേ, അമ്മേ ഓടി വാ. അന്നക്കുട്ടിയുടെ കരച്ചിലല്ലേ കേൾക്കുന്നേ? അമ്മേ, എന്റെ ദൈവമേ, എന്റെ കൊച്ചിന് ഇത് എന്ത് പറ്റി? എന്ത് പൊട്ടത്തരാ മോളെ നീ കാട്ടിയേ? എന്തിനാ മോളെ നീ ഒമ്തിയിലിട്ട് കാല് പൊള്ളിച്ചത്? മോൾക്ക് മഠത്തിൽ പോണമെങ്കിൽ പറഞ്ഞാ പോരായിരുന്നോ? എനിക്കിത് കാണാൻ മേലായേ. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞുപോയി. അതിന് മോളിങ്ങനെ ഉമ്മിത്തിയിൽ കാല് പൊളിക്കണോ? ഈ പച്ച നീ വേഗം വൈദ്യനെ കൂട്ടിക്കൊണ്ടുവാ. ഞാൻ ഇപ്പൊ കൂട്ടിക്കൊണ്ടുവരാം. എൻ്റെ ഈശോയെ, ഇത് സഹിക്കാനുള്ള കൃപ നീ എനിക്ക് തരണേ. നിങ്ങൾ ആരും വിഷമിക്കണ്ട കേട്ടോ. ഇത് ഞാൻ സ്വന്തമായി ഏറ്റെടുത്ത സഹനമാണ്. മോൾക്ക് മഠത്തിൽ പോകാൻ ആഗ്രഹമെങ്കിൽ പൊയ്ക്കോ. പേരമ്മ ഒരു എതിർപ്പും പറയില്ല. ഈശോയെ, സഹിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. സഹിക്കാത്ത ദിവസം ശൂന്യമായാണ് എനിക്ക് തോന്നാറ്. എൻ്റെ ഈശോയെ, ഇത് സഹിക്കാനുള്ള കൃപ നീ എനിക്ക് തരില്ലേ? തല പൊട്ടിപ്പോകുന്ന വേദന, ഇത് സഹിക്കാനുള്ള കൃപ നീ എനിക്ക് തരണേ. അമ്മേ, അൽഫോൻസ, അൽഫോൻസ, നിനക്ക് എന്ത് പറ്റി? മദറെ, മദറെ ഓടിവാ. അൽഫോൻസ, അൽഫോൻസ, എന്ത് പറ്റി? എൻ്റെ ബലി ഓർത്തുള്ളത് സമയമായി. ഞാൻ എല്ലാവരോടും എനിക്ക് എത്ര ചോദിക്കുകയാണ്. ഞാൻ പോവുകയാണ് കേട്ടോ. അൽഫോൻസ നമ്മളെ വിട്ടു പോയി. എത്ര പ്രചോദനാത്മകമായ ജീവിതം. എനിക്കും അൽഫോൻസാമയെ പോലെ ഒരു വിശുദ്ധയാകണം. അമ്മയൊന്ന് മയങ്ങിപ്പോയി. സ്വപ്നത്തിൽ ഞാനൊരു കന്യാസ്ത്രീയെ കണ്ടു. അത് അൽഫോൻസാമ തന്നെയാ. അൽഫോൻസാമ ഒരു കുട്ടിയെ ചേർത്ത് പിടിച്ചിരുന്നു. അതെൻ്റെ മോള് തന്നെയാ മോളെ. എനിക്കറിയാമായിരുന്നു അൽഫോൻസാമ നമ്മോടൊപ്പം ഉണ്ടെന്ന്. എൻ്റെ മോളെ, ഞാൻ അൽഫോൻസാമയെ